അപ്പൊ അതിരടി എന്നുള്ള സിനിമ ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. ഇപ്പൊ അത് OTT വന്നിട്ട് കുറച്ച് നാളായി. ഞാനപ്പോ OTT ഒന്നുകൂടി ഈ പടം ഇരുന്ന് കണ്ടു. ഇതിന് കാരണങ്ങളുണ്ട്. എന്താന്ന് പറഞ്ഞാൽ അതിരടി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തിയേറ്ററിൽ കാണാൻ പ്ലാൻ ചെയ്തിരുന്ന ഒരു പടമൊന്നും അല്ലായിരുന്നു. ഞാൻ അങ്ങനെ എല്ലാ പടവും തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട് റിവ്യൂ ഇടുന്ന ഒരാളൊന്നും അല്ല. ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന പടങ്ങൾ മിക്കവാറും എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ടൈപ്പ് പടങ്ങളായിരിക്കും. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ ഞാൻ നല്ലതാണെന്ന് പറയും. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നാട്ടുകാർക്ക് വർക്കായിട്ടുള്ള പടമാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. പക്ഷെ ഐ വിൽ അക്നോളജ് ദാറ്റ് നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട പടമാണെങ്കിൽ നമ്മൾ ഇപ്പൊ അവർക്ക് ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിരടി എന്നുള്ള സിനിമയുടെ കേസിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, അതിരടി എന്നുള്ള സിനിമ ഫസ്റ്റ് ഡേ റിലീസ് ആയപ്പോ കോക്കിന്റെയും ബാക്കിയുള്ള ആൾക്കാരെ റിവ്യൂ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അടിയിൽ പോയിട്ട് കുറെ ആൾക്കാർ ഒരു ഓർഗനൈസ്ഡ് അറ്റാക്ക് പോലെ നീയൊക്കെ കാശ് മേടിച്ചിട്ടല്ലടാ ഈ പടം റിവ്യൂ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ യൂട്യൂബ് തുറന്ന് നോക്കിയപ്പോൾ അതിരടിയുടെ റിവ്യൂ കോക്കും ബാക്കിയുള്ളവരെല്ലാം പോസിറ്റീവ് റിവ്യൂ ആയിരുന്നു തിയേറ്ററിൽ ഇറങ്ങിയപ്പെട്ടിരുന്നത്. പക്ഷെ അതിനടിയിൽ ഈ പറഞ്ഞ പോലെ കുറെ തെറിവിളിയും കുറെ ഫാൻസ് പോലുള്ള കുറെ ആൾക്കാർ വന്നിട്ട് ഈ റിവ്യൂവേഴ്സിനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയി എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് ഇതിനെക്കുറിച്ച് വായിച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഓൺലൈനിലേക്ക് കയറി നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ അതിരടിയുടെ ടീം അത്യാവശ്യം നല്ല PR വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് മറുഭാഗം അക്യൂസ് ചെയ്യുന്നത്. അതായത് അതിരടിക്ക് പെയ്ഡ് പ്രീമിയർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഡിയാസിറയ്ക്ക് മാത്രമാണ് അതിന് മുൻപ് അങ്ങനെ ഒരു പെയ്ഡ് പ്രീമിയർ ഉണ്ടായിരുന്നത്. അതായത് പടം റിലീസ് ആവുന്നതിന് തലേ ദിവസം തന്നെ ഇതിന്റെ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്ന പറഞ്ഞ ഒരു ഷോ വെക്കും. അത് നിങ്ങൾക്ക് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണാം. പക്ഷെ നിങ്ങൾക്ക് പബ്ലിക്കിന് റിലീസ് ആവുന്നതിന് ഒരു ദിവസം തലേ ദിവസം രാത്രി തന്നെ നിങ്ങൾക്ക് ആ പടം കണ്ടതിന്റെ റിവ്യൂ ഇടാൻ പറ്റും. അപ്പൊ പടം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പബ്ലിക്കിന് അത് അവൈലബിൾ ആവുന്നതിന് മുൻപ് തന്നെ ഈ പറഞ്ഞ കോക്കിന്റെയും ബാക്കിയുള്ള ആൾക്കാരുടെയും റിവ്യൂ ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ യൂട്യൂബിൽ ഇവരിട്ടേക്കുന്ന റിവ്യൂവിന്റെ അടിയിൽ മൊത്തം ഇവരെ തെറി വിളിച്ചുകൊണ്ടുള്ള പൊങ്കാലയായിരുന്നു. അപ്പൊ രാവിലെ തന്നെ നമ്മളിത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് കാര്യം ശരിയാണ്, ചിലപ്പോൾ മറ്റൊരു കാശ് മേടിച്ച് PR വർക്കൊക്കെ ചെയ്തിട്ടായിരിക്കും റിവ്യൂ ഇട്ടിട്ടുണ്ടാവുക. പക്ഷെ അതിന്റെ അടിയിൽ വന്ന് ഈ പടം കൂറപ്പടമാണെന്ന് പറയാൻ കമന്റ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഈ പടം കണ്ടിട്ടില്ല നമുക്ക് 100% ഉറപ്പാണ്. കാരണം പടം ഇറങ്ങി രാവിലെ ഫസ്റ്റ് ഷോ ആവുന്നതിന് മുൻപ് ഇത്ര ആൾക്കാർ പടം കണ്ടിട്ടില്ല നമുക്ക് 100% ഉറപ്പാണ്. ഇത് ആരെയൊക്കെയോ എന്താ പറഞ്ഞ മെസ്സേജ് ഒക്കെ അയച്ച് മോട്ടിവേറ്റ് ചെയ്തിട്ട് വന്ന് കമന്റ് ഇടുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ എന്തായാലും ഇത് തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് പടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള വലിയൊരു ആക്യുസേഷൻ എന്താ പറഞ്ഞു, ഭയങ്കര ചളുവാണ് ഈ പടത്തിൽ എന്നാണ് പറയുന്നത്. ബേസിലെ പടത്തിലെ ഹ്യൂമർ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സാധാരണ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ആ ഒരു എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പടം എടുത്തു വെച്ചേക്കുന്നത്. ഇത് ഒന്നാമത് കോളേജിലാണ് ഈ പടം നടക്കുന്നത്. കോളേജിലുള്ള ക്യാരക്ടേഴ്സ്, അതായത് കോളേജിൽ പോകുന്ന പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഇതിനാണ് ചളു എന്നിവർ പറയുന്നത്. നമ്മൾ കോളേജിൽ പോകുമ്പോൾ പലപ്പോഴും പറയുന്ന തമാശകൾ ഈ ചളു ഒക്കെ തന്നെ ആയിട്ട് തന്നെയാണ് നമ്മളും കോളേജുകളിൽ പോകുമ്പോൾ പറയുന്നത്. അത് എല്ലാവർക്കും പുറത്തുനിന്നുള്ളവർക്ക് കേൾക്കുമ്പോൾ ഭയങ്കര എന്താ പറയുന്ന ഒരു ലിറ്റററി എന്താ അവാർഡ് കിട്ടേണ്ട ഹ്യൂമർ ആണെന്നൊന്നും അവർക്കൊന്നും തോന്നുന്നില്ല നമ്മൾ കോളേജിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ചളൂസ് ഒക്കെ. അപ്പോൾ എനിക്ക് ആ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞ പടം നന്നായിട്ട് വർക്കായി. ചളു ഉണ്ട് എങ്കിലും അതെനിക്ക് ഭയങ്കര അവർ സെൽഫ് അവെയർ ആയിട്ട്, കാരണം ഒരു കഥാപാത്രം ഒരു ചളു അടിക്കുകയാണെങ്കിൽ അപ്പുറത്തെ കഥാപാത്രത്തിന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടാകും, അയ്യേ ഇതെന്താണ് എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് ഓക്കെയാണ്. കാരണം ഒരാൾ ചളു പറയുമ്പോൾ അത് ചളുവാണെന്ന് അവർക്ക് തന്നെ ഒരു ബോധ്യം, അതായത് ഡയറക്ടർക്കും അത് സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കും ഈ തമാശ എഴുതി വെച്ച ആൾക്കും അതിനെക്കുറിച്ച് ഒരു ബോധം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഒരാൾ ചളു അടിക്കുമ്പോൾ അപ്പുറത്തെ ആളുടെ മുഖത്തെ എക്സ്പ്രഷൻ അയ്യേ എന്താണ് എന്നുള്ളത് കാണിക്കുമ്പോൾ തന്നെ എനിക്കത് ഓക്കെ ആയിരുന്നു. പടം എനിക്ക് എന്റർടൈനിങ് ആയിട്ടാണ് തോന്നി. കാരണം ഒരു സീൻ പോലും ഡിപ്പ് ആവാതെ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ എഡിറ്റിംഗ് ഒന്നും പറയണ്ട. എഡിറ്റിംഗ് ഇങ്ങനെ കട്ട് 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 എന്ന് പറഞ്ഞ ഓരോ സീനിൽ നിന്ന് ഇങ്ങനെ അടിപൊളിയായിട്ട് ട്രാൻസിഷൻ ഇതുമാണ്. ചമൻ ചാക്കുമായിരുന്നു ആ പടത്തിന്റെ എഡിറ്റിംഗ് ചെയ്തത്. അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ പടത്തിന്. ലീവ് അസൈഡ് അവർ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടോ അവർ PR വർക്ക് ചെയ്യുന്നുണ്ടോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ കാശ് കൊടുത്ത് തിയേറ്ററിൽ പോയി ഒരു പടം കാണുകയാണെങ്കിൽ ആ പടം എന്നെ എന്റർടൈൻ ചെയ്തോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ എന്നുള്ളത് മാത്രമാണ് ഞാൻ അവിടെ നോക്കേണ്ട കാര്യമുള്ളൂ. എനിക്ക് ഇവരുടെ പേഴ്സണൽ ലൈഫോ ഇവരുടെ പേഴ്സണൽ സ്റ്റോറി ഒന്നും അറിയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഈ പേഴ്സണൽ സ്റ്റോറിയും പേഴ്സണൽ ലൈഫിലേക്ക് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾക്കും ഇപ്പുറത്തുള്ള ആൾക്കും ഒക്കെ പറയാൻ ഇഷ്ടം പോലെ കഥകളുണ്ടാവും. നിങ്ങൾ ഒരാളുടെ കഥ മാത്രം നോക്കി പിന്നാലെ പോയി കഴിഞ്ഞാൽ PR വർക്ക് ചെയ്യുന്ന ഒരു ടീം മാത്രമൊന്നുമല്ലോ, വേറെ ഇഷ്ടം പോലെ സിനിമാക്കാർ PR ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രമുഖ നടന്മാരും സൂപ്പർ സ്റ്റാർസും ഇവിടെ PR ചെയ്തിട്ട് തന്നെയാണ് പല ആവറേജ് പടങ്ങളും സൂപ്പർ ഹിറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലേക്കൊക്കെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചെളിവാരി അറിയലല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സോ അതിരടി എന്നുള്ള സിനിമ തിയേറ്ററിൽ കണ്ടിറങ്ങി ഞാൻ നല്ല റിവ്യൂ പറഞ്ഞതിന് ശേഷം അതിനിടയിൽ വന്നിട്ടും കുറെ കോമന്റ്സ് ഉണ്ടായിരുന്നു, നിങ്ങൾ ആവറേജ് പടത്തിനെ ഭയങ്കര നല്ല പടമാക്കി കാണിക്കാൻ. ആൾക്കാർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ, എന്തോ ഇത് ഞാനും ബാക്കിയുള്ള എല്ലാവരും കൂടി ഒരു ആവറേജ് പടത്തിനെ ഭയങ്കര അടിപൊളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിരടി എനിക്ക് തോന്നുന്നില്ല വിചാരിച്ചൊരു സക്സസ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ഇനീഷ്യൽ വീക്കിലൊരു തള്ളിക്കയറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് പിന്നെ ദൃശ്യം വന്നു. ആ ദൃശ്യത്തിന്റെ ആ ഒരു ഐ തിങ്ക് അതിന്റെ ഒരു ഹൈപ്പില് അതിരടി അങ്ങനെ, പിന്നെ കറുപ്പും നന്നായിട്ട് ഓടിയിരുന്നൊരു സമയമാണ്. പിന്നെ കറുപ്പ് സിനിമ ഈ അതിരടിയുടെ മേക്കേഴ്സ് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന കുറച്ച് വേറെ ആക്യൂസേഷൻ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ
എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതിരടി തിയേറ്ററിൽ കണ്ടിറങ്ങി ഞാൻ റിവ്യൂ ചെയ്തതിന് ശേഷം ഒരുപാട് പേർക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അത്ര നല്ല പടമൊന്നല്ല, ഭയങ്കര ഓവർ ഹൈപ്ഡ് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ ഞാനത് OTT ഒന്നുകൂടെ കണ്ടു ഈ അടുത്ത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിരടി ഭയങ്കര ഒരു എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് വീണ്ടും തോന്നിയത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് നമ്മൾ ബാക്കി ഈ പറഞ്ഞ എല്ലാ ബയസും ഈ വേണ്ടാത്ത പൊളിറ്റിക്സും ഈ വേണ്ടാത്ത കഥകളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആസ് എ മൂവി നല്ലൊരു എന്റർടൈനിങ് പടം തന്നെയാണ്. ഈ ബേസിലിന്റെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ബേസിൽ എനിക്കാണ് ഭയങ്കര ഹാസ്യ കലാകാരൻ അവാർഡ് കിട്ടാനുള്ള ഭയങ്കര അഭിനയമുള്ള ഒരു കലാകാരനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചെയ്യുന്ന കഥാപാത്രം പുള്ളി വൃത്തിയായിട്ട് ചെയ്യും. പുള്ളി അതിന് വേണ്ടിയുള്ള എഫേർട്ട് ഇടുന്നുണ്ട്. അത് പുള്ളി ഈ പടത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. പുള്ളിയുടെ പ്രൊഡക്ഷനിൽ വന്ന പടമാണ്. ഡോക്ടർ അനന്തു പ്രൊഡക്ഷൻസും പുള്ളിയും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അപ്പോൾ ഇതിനകത്ത് അവർ കുറച്ച് വെറൈറ്റി PR ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതിൽ തെറ്റും എന്താ പറയുന്നത്, അതിനകത്ത് തർക്കമൊന്നുമില്ല, അവർ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ അവർക്ക് ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്, ചില കാര്യം അവർക്ക് ബാക്ക് ഫയർ ചെയ്തില്ല. പക്ഷെ ആസ് എ മൂവി അതിരടി എനിക്ക് OTT കണ്ടപ്പോൾ ഭയങ്കര എൻജോയബിൾ ആയിട്ടാണ് തോന്നിയത്. കാരണം ആ കഥയുടെ ക്രക്സ് അങ്ങനെയാണ്. ഒരു ചളു അടിക്കുന്ന ഒരു പയ്യൻ, കോളേജിൽ ചളു അടിക്കുന്ന വേറെ കുറെ പിള്ളേര്. ഇന്ന് എല്ലാം ചളുവാണെന്ന് ചോദിച്ചല്ല, ചില കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ടൊവിനോ വരുന്ന സീൻസ് ഭയങ്കര അടിപൊളിയായിട്ട് ടൊവിനോ ചെയ്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര കൺവിൻസിംഗ് ആണ് ടൊവിനോന്റെ ക്യാരക്ടർ. ഇവർ കോളേജിൽ ആ ഫെസ്റ്റ് നടത്താൻ കാണിക്കുന്ന പരിപാടികളൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. റിയലിസ്റ്റിക് ആയിട്ട് തന്നെ കുറച്ച് കളർഫുൾ ആണ് ആ കോളേജ് ഫെസ്റ്റ്. നമ്മുടെ കോളേജിൽ നമ്മൾ ഫെസ്റ്റ് ഒക്കെ നടത്താൻ ഇട്ടേക്കുന്ന എഫേർട്ടും ആ ഒരു നൊസ്റ്റാലജിയൊക്കെ ശരിക്കും അവർ നല്ല രീതിയിൽ, അത് പ്രൊഡക്ഷൻ വാല്യൂ അടിപൊളി പ്രൊഡക്ഷൻ വാല്യൂ ആണ്. ഞാൻ ഇത് എന്റെ റീൽസിലെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവേശമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു സ്കെയിലിൽ കളറും ക്രൗഡും ആ ഒരു കോമഡിയൊക്കെ എനിക്ക് സത്യം പറഞ്ഞ തിയേറ്ററിലെ ആൾക്കാരെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ നല്ല ഓളത്തിൽ വർക്കായ ഒരു പടമാണ് സത്യം പറഞ്ഞ ആവേശം. അത് OTT ഞാൻ ഇതുപോലെ വീട്ടിൽ സൗണ്ട് ബാറൊക്കെ ഓൺ ആക്കി വെച്ച ആ ഒരു സെറ്റപ്പിൽ കണ്ടപ്പോഴും എനിക്ക് നല്ല രീതിയിൽ അതിന്റെ സൗണ്ടും എഡിറ്റിങ്ങും കളറും അഭിനയവും കോമഡി ഒക്കെ വർക്കായിട്ടുണ്ട്. ചളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ മ്യൂസിക് അതുപോലെ നല്ല ആ ക്ലൈമാക്സിൽ വരുന്ന അമ്മ പുതപ്പ എന്നുള്ള പാട്ടൊന്നും എനിക്ക് തിയേറ്ററിൽ അങ്ങനെ വലിയ പാട്ടായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ എനിക്ക് അത് വീണ്ടും കണ്ടപ്പോൾ ഒരു റീകോൾ വാല്യൂ ഉള്ള പോലെ തോന്നി. ആ ക്യാമ്പസ് അവർ ചിത്രീകരിച്ചേക്കുന്ന രീതി, ആ ബസ്സിന്റെ മേളിൽ വിനീത് ശ്രീനിവാസൻ കയറി നിന്നിട്ടുള്ള ആ ഒരു കോൺസെർട്ട് പോലെ ലാസ്റ്റ് കാണിക്കുന്ന സംഭവം, അതിന്റെ ലൈറ്റ്സ്, കുട്ടികളൊക്കെ ഈ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന പരിപാടികൾ, ആ ലാസ്റ്റ് ക്ലൈമാക്സിൽ വരുന്ന ഹാഷറിന്റെയും ഷാൻ റഹ്മാന്റെ ഒക്കെ കോമഡി സീൻസ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു നല്ല രസമുള്ള ഒരു ഓളത്തിലിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. അതിനകത്ത് ചളു, ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇപ്പൊ ഈ ദൃശ്യം 3 ഒക്കെ ഇറങ്ങിയതിന് ശേഷം എന്തുമാത്രം ട്രോളാണ് അതിന്റെ ലോജിക്കിനെ പറ്റി വരുന്നത്. ആ സമയത്ത് നിങ്ങൾ അതിരടി സിനിമ ചിലപ്പോൾ ട്രോളിക്കൊണ്ടൊക്കെ 1-2 പോസ്റ്റൊക്കെ വന്നിട്ടുണ്ടാകും. പക്ഷെ അതിരടി സിനിമ മൊത്തം മോശമാണ്, അതിലെ സീൻസ് ഒക്കെ ക്രിഞ്ചാണെന്നൊന്നും പറഞ്ഞ സാധനങ്ങൾ വളരെ അപൂർവമാണ് അതിനെ ട്രോളിയിട്ട് OTT വന്നതിന് ശേഷം. അതിലെ സീൻസിന് ആക്ച്വലി സെലിബ്രേഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് ഹാഷറിന്റെ സീനാണെങ്കിലും ആ മഞ്ഞ BMW കൊണ്ടുവന്നിട്ടുള്ള പരിപാടികളാണെങ്കിലും ടൊവിനോന്റെ സീൻസ് ആണെങ്കിലും വിനീത് ശ്രീനിവാസന്റെ കോൺസേർട്ട് സീൻസ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. നല്ലൊരു പടമായിരുന്നു അതിരടി ഓവറോൾ. അതുകൊണ്ട് തന്നെ ഐ ഫീൽ അതിരടി ഡിസേർവ്ഡ് എ ലിറ്റിൽ ബിറ്റ് മോർ സക്സസ്. പിന്നെ ഈ ഇറങ്ങിയ ടൈമിങ്ങും പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ബാക്ക്ലാഷും PR വർക്കും എല്ലാം കൂടെ ചേർന്ന് ഈ പറഞ്ഞ പോലെ അവിയൽ പരിവായി ആ പടത്തിന്റെ റിസെപ്ഷൻ കംപ്ലീറ്റ്ലി. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ മൂവി ദാറ്റ് ഡെഫിനറ്റ്ലി ഡിസേർവ്സ് എ ഗുഡ്, എന്താ പറയുക, ഒരു നല്ല കളക്ഷൻ ഡിസേർവ് ചെയ്യുന്ന ഒരു പടം തന്നെയായിരുന്നു അതിരടി. അതുകൊണ്ട് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അതിരടി ഇസ് എ വെരി ഗുഡ്, നോട്ട് ജസ്റ്റ് എ വൺ ടൈം വാച്ച്. ഞാൻ 2 പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് നല്ല തറലി എൻജോയ് ചെയ്യാൻ പറ്റിയ പടമാണ്. ഇറ്റ്സ് എ ഗുഡ് മൂവി.